മിശിഹായുടെ പ്രിയപ്പെട്ട സഹോദരരെ, എന്തുകൊണ്ടാണ് യേശു മനുഷ്യനായി ഈ ലോകത്തിലേക്ക് പിറന്നത്? പലർക്കും ഈ ചോദ്യത്തിന് പല ഉത്തരങ്ങൾ കാണും. നാം ചിലപ്പോൾ ചിന്തിക്കും, യേശു രോഗശാന്തി നൽകുവാനായിട്ടാണ് വന്നത്. നമ്മൾ രോഗികളാണെങ്കിൽ രോഗശാന്തി കിട്ടുമ്പോൾ നാം യേശുവിനെ സൗഖ്യദായനായി കാണുന്നു. യേശു പാപമോചനക്കാരനായിരിക്കും വന്നിരിക്കുന്നത്. നമുക്ക് പാപമോചന വിടുതൽ ലഭിക്കണം പറയും. യേശുവിന്റെ പാവങ്ങൾ മോചിക്കുന്നു, പാപവിമോചകനാണ്. നാം ബൈബിളിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുമ്പോൾ നമ്മൾ പറയും ദൈവരാജ്യം പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. നമുക്ക് പല ഉത്തരങ്ങൾ കാണും. എന്നാൽ യേശു എന്താണ് പറയുന്നത്? പീലാത്തോസിന്റെ യേശു എന്താണ് പറയുന്നത്? ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ്. രോഗശാന്തി നൽകുന്നില്ല, അല്ലെങ്കിൽ ദൈവരാജ്യം പ്രഘോഷിക്കുന്നില്ല, അല്ലെങ്കിൽ പാപം നൽകുന്നില്ല എന്ന് യേശു പറയുന്നില്ല. അതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ പരമപ്രധാനമായിട്ട് യേശു ഈ ലോകത്തിൽ വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ്. നമുക്ക് കാണാൻ സാധിക്കും, ഈ ലോകത്തിൽ പല രാജാക്കന്മാരും ലോകത്തിൽ വന്നിട്ടുണ്ട്. വിശുദ്ധ ബൈബിളിൽ തന്നെ പല രാജാക്കന്മാരെ പറ്റിയും വായിക്കുന്നുണ്ട്. നമ്മൾ കാണുന്നുണ്ട് ദാവീദ് രാജാവ്, സോളമൻ രാജാവ്, അങ്ങനെ പലരും. അവരെക്കാൾക്ക് വ്യത്യസ്തനായിരുന്നു യേശു. എന്തുകൊണ്ടാണ്? യേശു സത്യത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ്. അതേപറ്റിയാണ് നാം ധ്യാനിക്കുന്നത്. ഒരിക്കൽ കൂടി നമുക്ക് നമ്മളെ തന്നെ കർത്താവിന് സമർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് അപേക്ഷിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്, സഹായകനാണ്. വചനം കേൾക്കാനും ശ്രവിക്കാനും ഗ്രഹിക്കാനും അത് ജീവിക്കാനും പരിശുദ്ധാത്മാവെ സഹായിക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 24 വചനങ്ങൾ നാം ഒരു രാജാവിനെ പറ്റി, ഒരു പുരോഹിതനെ പറ്റിയാണ് വായിക്കുന്നത്. ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അത്യുന്നതനായ കർത്താവിന്റെ പുരോഹിതനായിരുന്നു മെൽക്കിസദേക്ക്. മെൽക്കിസദേക്ക് അബ്രാഹാമിനെ എതിരേൽക്കുന്ന ഭാവമാണ് നാം കാണുന്നത്. എങ്ങനെയാണ് എതിരേറ്റത്? ഈ വചനം നമ്മളെ ഓർപ്പിക്കുന്നതാണ്. മെൽക്കിസദേക്ക് പുരോഹിതനായിരുന്നു, രാജാവായ സാലാമിലെ. അങ്ങനെ പല രാജാക്കന്മാരും ബൈബിളിലുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തനായ രാജാക്കന്മാരുടെ രാജാവായ യേശു ഇവരെക്കാൾ എല്ലാം ഉയർന്നവനാണ്. അത് ഏകപിതാവായ പുത്രനാണ്, നമ്മുടെ രക്ഷകനാണ്. 1 സാമുവേലിന്റെ പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 9 വചനങ്ങൾ നാം കാണുന്നത് സാവൂള് സാമുവേലിന്റെ അടുത്തിരുന്ന ഭാവമാണ്. എന്താണ് സംഭവിക്കുന്നത്? സാമുവേൽ അടുത്ത് ചെല്ലുകയും സാമുവേൽ സാവൂളിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നു. അത് വേറൊരു രാജാവാണ് വിശുദ്ധ ബൈബിളിൽ. അപ്പോൾ ആ രാജാവ് യേശുவோട് വളരെ വ്യത്യാസമുണ്ട്. വെളിപാടിന്റെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ യേശുവിന്റെ രാജ്യത്തെ പറ്റിയാണ് നാം വായിക്കുന്നത്. രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥാവും അവനെ പറ്റിയാണ് വായിക്കുന്നത്. യേശു രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമാണ്. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ നാമം ദൈവവചനം എന്നാണ്. രാജാക്കന്മാരുടെ രാജാവായ യേശു വചനത്തിലൂടെ നമ്മോട് സംസാരിക്കുന്നു. ആ വചനം ശ്രവിക്കുകയും അതിന് ജീവിക്കുകയും ചെയ്യണമെന്ന് ഈ വായന നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ വായനകളെല്ലാം രാജാക്കന്മാരെ പറ്റിയാണ് എഴുതിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുന്ന യേശു എന്ന രാജാവിനെ പറ്റിയാണ്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള തിരുവചനങ്ങൾ. യേശുവിനെ പീലാത്തോസ് കുറ്റവിചാരണ ചെയ്യുന്നു. നമുക്കറിയാം എന്താണ് സംഭവിക്കുന്നതെന്ന് യേശുവിന്റെ പീഡാനുഭവത്തെ പറ്റി. പീലാത്തോസ് കുറ്റവിചാരണ സമയം നടത്തുമ്പോൾ 3 ചോദ്യങ്ങളാണ് യേശുവിനോട് ചോദിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, നീ യഹൂദരുടെ രാജാവാണ്. യേശു നേരിട്ടൊരു ഉത്തരം പറയുന്നില്ല, മറിച്ച് യേശു പീലാത്തോസിന് മറുചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. നീ സ്വയമേ പറയുന്നതോ മറ്റുള്ള എന്നെ പറ്റി നിന്നോട് പറഞ്ഞതോ? എന്നാണ് നമ്മുടെ ഉത്തരം. മറ്റുള്ളവർ പറയുന്നതാണോ യേശുവിനെ പറ്റി നമ്മോട്, അതോ നമുക്ക് ആഴത്തിൽ ആ യേശുവിന്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്? ഈ ചോദ്യമാണ് യേശു ചോദിക്കുന്നത് പീലാത്തോസിനോട്. സ്വയമേയോ നിനക്ക് എന്നെ പറ്റി അറിവുണ്ടോ? എന്നെ സ്നേഹം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടോ? അതോ മറ്റുള്ളവരെ പറഞ്ഞു കേട്ടിട്ടാണോ നീ എന്നെ വിധിക്കുന്നതെന്നാണ്. അപ്പോൾ ആ രാജാവിനെ പറ്റി, ആ ക്രിസ്തുവിനെ പറ്റി, ആ യേശുവിനെ പറ്റി അഗാധമായി നാം ഓരോരുത്തരും അറിയണമെന്നാണ് യേശു ആഗ്രഹിക്കുന്നത്.
മറ്റുള്ളവർ പറയുന്നത് കൊണ്ടല്ല, മറിച്ച് വചനാധിഷ്ഠമായ ജീവിതം നയിക്കുന്നതിലൂടെയും കുദാശകൾ യഥാവധി സ്വീകരിക്കുന്നതിലൂടെ ആഴമായിട്ട് ആ യേശുവായിട്ട് ബന്ധപ്പെടുക. കാരണം ആ യേശു നമ്മുടെ ഹൃദയങ്ങൾ അറിയുന്നവനാണ്, ഹൃദയത്തിൽ വസിക്കുന്ന രാജാവാണ്. പീലാത്തോസിന്റെ രണ്ടാമത്തെ ചോദ്യം എന്താണ്? നീ എന്താണ് ചെയ്തത്? ഈ ചോദ്യം നമ്മൾ വിശകലനം ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കും, പീലാത്തോസ് അറിഞ്ഞിരിക്കാം യേശു രോഗശാന്തി നൽകുന്നവനാണ്, യേശു പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നവനാണ്, പാപം മോചിക്കുന്നവനാണ്, ദൈവരാജ്യം പ്രസംഗിക്കുന്നവനാണ്, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനാണ്. അങ്ങനെ പലതും പീലാത്തോസ് കേട്ടിരിക്കാം. അപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താണ് ചെയ്തത്? എന്നാൽ യേശു ഈ കാര്യങ്ങളൊന്നും അവിടെ വെളിപ്പെടുത്തുന്നില്ല, എന്തൊക്കെ കാര്യങ്ങളാണ് യേശു ചെയ്തതെന്ന്. എന്നാൽ എന്താണ് യേശു മറുപടി പറയുന്നത്? എന്റെ രാജ്യം ഐഹികമല്ല. ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഐഹികമാണ്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് രോഗമുണ്ടെങ്കിൽ രോഗശാന്തി കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ രോഗത്തെ പറ്റി ചിന്തിക്കുന്നില്ല. നമ്മുടെ രോഗം നമുക്ക് സൗഖ്യം കിട്ടി. അതിൽ ഐഹികമായ കാര്യങ്ങളില്ല. യേശു പീലാത്തോസിന് പറയുകയാണ്, എന്റെ രാജ്യം ഐഹികമല്ല. വിശേഷപ്പെട്ട സഹോദരരെ, യേശുവിന്റെ സാമ്രാജ്യം സ്നേഹത്തിന്റെ സാമ്രാജ്യമാണ്. അത് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരുടെ ഹൃദയത്തിലാണ് യേശുവിന്റെ സാമ്രാജ്യം. യേശു അവരിലാണ് വസിക്കുന്നത്. ആ യേശുവിനെ ആഴത്തിൽ അറിയുവാനായിട്ട് നാം ശ്രമിക്കണം. അതുകൊണ്ടാണ് പീലാത്തോസ് ചോദിക്കുന്നത്, നീ എന്താണ് ചെയ്തത്? നാം നമ്മോട് തന്നെ ചോദിക്കണം, യേശു എനിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? യേശു എനിക്ക് പഠിച്ചത് ഏറ്റവും വലിയ കാര്യം എന്താണ്? കുരിശിൽ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു, പാപികളായ നമ്മൾക്ക് വേണ്ടി. ആ ബലിയിലൂടെയാണ് നമുക്ക് രക്ഷ ലഭിച്ചിരിക്കുന്നത്. പീലാത്തോസിന്റെ മൂന്നാം ചോദ്യം എന്താണ്? നീ രാജാവാണോ അല്ലേ എന്ന്. ആദ്യ ചോദ്യം ചോദിക്കുന്നതാണ്, നീ യഹൂദ രാജാവാണോ എന്ന്. മൂന്നാമത് ചോദ്യം എന്താണ്? നീ രാജാവാണോ അല്ലേ എന്ന്. അതായത് പീലാത്തോസ് വിശ്വസിക്കുകയാണ് യേശു രാജാവാണ് എന്ന്. എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? കാരണം യേശു പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല എന്ന്. അങ്ങനെ ആഴത്തില് അഗാധമായ രീതിയിൽ യേശുവിനെ സ്നേഹിക്കുകയും യേശുവിന്റെ കൽപ്പന അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ആ രാജാവിനെ യഥാർത്ഥമായിട്ട് സ്വീകരിക്കാൻ പറ്റുന്നതെന്നാണ് ഈ മൂന്നാമത് ചോദ്യം നമ്മെ പഠിപ്പിക്കുന്നത്. പിന്നെ കാണാൻ സാധിക്കും അതിനെന്താണ് യേശു ഉത്തരം നൽകുന്നത്. യേശു രാജാവാണോ അല്ലയോ എന്ന് യേശു അവിടെയും പറയുന്നില്ല. കാരണം യേശു ആദ്യം തന്നെ പറഞ്ഞല്ലോ, എന്റെ രാജ്യം ഐഹികമല്ല എന്ന്. യേശു ഉത്തരം നൽകുന്നത് ഇതാണ്, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. സത്യത്തിൽ നിന്നുള്ളവർ എന്റെ സ്വരം കേൾക്കുന്നുവെന്ന് പ്രകാരം എഴുതിയിരിക്കുന്നു. യേശു പറഞ്ഞു, ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഞാൻ ലോകത്തിലേക്ക് വന്നതും സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. വിശാൽ പ്രിയപ്പെട്ട സഹോദരരെ, യേശുവിന്റെ സ്വരം കേൾക്കണമെങ്കിൽ നാം സത്യത്തിൽ ജീവിക്കണം. അത് കർശനമായ ഒരു നിയമമാണ്. പീലാത്തോസ് സത്യം അറിയുവാനായിട്ടോ സത്യം ഗ്രഹിക്കുവാനായിട്ടോ അല്ലെങ്കിൽ സത്യം ജീവിക്കാനായിട്ടോ ശ്രമിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിച്ചത്. യേശു കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ സത്യത്തിന് സാക്ഷ്യം നൽകുവാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നതെന്ന്. ആ സത്യത്തിന് സാക്ഷ്യം നൽകാൻ ഈ ലോകത്തിൽ വന്ന യേശുവിനെ അനുഗമിക്കണമെങ്കിൽ, ആ സ്നേഹം ആഴത്തിൽ അറിയണമെങ്കിൽ, അഗാധമായിട്ട് ആ കൽപ്പന പാലിക്കണമെങ്കിൽ നാം എല്ലാവരും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കണം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, സത്യത്തിൽ നിന്നുള്ളവർ എന്റെ സ്വരം കേൾക്കുന്നു. എന്താണ് യേശു ഇന്ന് ആഗ്രഹിക്കുന്നത്? സത്യത്തിന് സ്വരം കേൾക്കുക എന്നുള്ളതാണ്. സത്യത്തിന് സാക്ഷികളാവുക എന്നുള്ളതാണ്. നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തിന്റെ അവകാശികളാക്കുവാനായിട്ടാണ് യേശു വന്നതെന്ന് സത്യം മറക്കാതിരിക്കാം. സത്യത്തിന് സാക്ഷികളാകുവാൻ, സത്യം പറയുവാൻ, സത്യം ചരിക്കുവാനായിട്ട് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, നന്ദി പറയുന്നു, ഒരിക്കൽ കൂടി വചനം കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് അവസരം നൽകിയല്ലോ. അങ്ങയുടെ പുത്രനായ യേശു രാജാക്കന്മാരുടെ രാജാവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്, നാഥന്മാരുടെ നാഥാവാണ്, ഞങ്ങളുടെ രക്ഷകനാണ്. ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ ബലിയർപ്പിച്ച, സ്നേഹത്തിന്റെ പാരം പ്രകടിപ്പിച്ച ഞങ്ങളുടെ രാജാവാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന രാജാവാണ്. യേശുവെ, അങ്ങയുടെ രാജ്യം ഐഹികമല്ല എന്നങ്ങ് പീലാത്തോസിനെ പറഞ്ഞല്ലോ. അത്ഭുതങ്ങളും അടയാളങ്ങളും മാത്രമല്ല അങ്ങ് പ്രവർത്തിച്ചു. അങ്ങ് എന്താണ് പീലാത്തോസിന് പറയുന്നത്? അങ്ങ് ഈ ലോകത്തിലേക്ക് വന്നത് സത്യത്തിന് സാക്ഷ്യം നൽകുവാനാണ്. ഇന്ന് ഞങ്ങളെ ഓർപ്പിക്കുകയാണ്, സത്യത്തിന്റെ സ്വരം കേൾക്കുന്നവരെല്ലാം എന്നെ അനുഗമിക്കുന്നു. സത്യത്തിന് സാക്ഷികളാകുവാനായിട്ട്, അങ്ങനെ സ്വരം എപ്പോഴും ശ്രവിക്കുവാനായിട്ടും, സത്യത്തിന്റെ പാതയിൽ ചരിക്കുവാനായിട്ടും ജീവിക്കുവാനായിട്ടും ഞങ്ങളെ
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമേൻ.